ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും ഓഫ് ആകുന്നത് നമ്മൾ അറിയുക പോലും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടർ മോട്ടോർ അല്ല. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താണ് ഒരു ഹൈബ്രിഡ് വെഹിക്കിൾ അഥവാ ഒരു ഹൈബ്രിഡ് വാഹനം എന്താണെന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ടൊയോട്ടോ ഇന്നോവയുടെ ഹൈക്രോസ് എന്ന് പറയുന്ന വാഹനമാണ്. ഇതൊരു 2 ലിറ്റർ വരുന്ന, അതായത് 2000 cc വരുന്നൊരു എൻജിൻ പവർ ചെയ്യുന്നൊരു വാഹനമാണ്. പക്ഷേ ഇതൊരു 2000 cc എൻജിൻ മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ 2 ഇലക്ട്രിക് മോട്ടറും കൂടെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതായത് ഇതൊരു ഇലക്ട്രിക് ഡ്രിവൻ വെഹിക്കിളും കൂടെയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഫീച്ചർ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു സെൽഫ് ചാർജിങ് വാഹനമാണ്. അതായത് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് വരുന്ന ലിഥിയം അയൺ ബാറ്ററി ചാർജ് ആകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബാറ്ററി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ, അതായത് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ ബാറ്ററി പാക്കാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങേ അറ്റം തൊട്ട് നമുക്ക് ശരിക്കും അത് ബാക്കിലത്തെ ഒരു റോയിൽ കയറിയാൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്കിനെ ചാർജ് ചെയ്യിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ തന്നെയാണ്. എൻജിൻ എങ്ങനെ ചാർജ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടുന്നതിനനുസരിച്ച് അഥവാ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് 2 ഇലക്ട്രിക് മോട്ടർ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു MG1ഉം MG2ഉം വരുന്നുണ്ട്. ഈ ഒരു മോട്ടറാണ്, അതായത് MG2 ആണ് ഇതിനെ ചാർജ് ചെയ്യിക്കാൻ വേണ്ടി, അതായത് ബാറ്ററി ചാർജ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും ഓഫ് ആകുന്നത് നമ്മൾ അറിയുക പോലും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടർ മോട്ടോർ അല്ല. ഇതിനകത്ത് പറയുന്നത് MG1 എന്ന് പറയുന്നൊരു മോട്ടറാണ്. അതൊരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വാഹനത്തിനെ സ്റ്റാർട്ട് ചെയ്യാൻ അഥവാ ഈ ഒരു എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏതായാലും ഈ വാഹനത്തിനകത്തൊന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ഈ വാഹനത്തിലോട്ട് കയറുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, നമ്മുടെ പവർ മോഡ് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് കണ്ടീഷനിലാണ്, പക്ഷേ EV മോഡിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം EV മോഡാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്, പക്ഷേ എൻജിൻ മാത്രം ഓഫാണ്. കണ്ടോ, ഇവിടുന്ന് നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നതിൻ്റെ റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നുണ്ട്, അതായത് കണ്ടൻസർ ഫാൻ കറങ്ങുന്നുണ്ട് AC വർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ പൈപ്പെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. നമ്മുടെ ACയുടെ വർക്കിങ്ങിന് വരുന്ന പൈപ്പാണ്, അതായത് ലോ പ്രഷർ പൈപ്പാണ്. ഈ പൈപ്പ് നന്നായിട്ട് കൂളാകുന്നുണ്ട്, അതായത് AC വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എൻജിൻ ഓഫ് കണ്ടീഷനിലാണ്. ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി, അതായത് ഈ താഴത്തെ ലിഥിയം അയൺ ബാറ്ററി യൂസ് ചെയ്ത് തന്നെയാണ് ഈ വാഹനം ഫുള്ളായിട്ട് ഇപ്പം വർക്ക് നടക്കുന്നത്. ഇപ്പോൾ ഇത് ഓണാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ EV റെഡി എന്ന് കൊടുത്തിരിക്കുന്നത്, ഇത് ഓടാൻ വേണ്ടി റെഡിയാണ്. ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ACയുടെ വർക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് എത്ര നേരം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി പോലെ ഇരിക്കും. അതിൻ്റെ ചാർജ് ഞാൻ കാണിച്ചു തരാം. ഇതിനിപ്പം ബാറ്ററിക്ക് 3 ഘട്ട ചാർജുണ്ട്. ഇത് ഏകദേശം ഒരു ഘട്ടയും കൂടെ കുറയുന്ന സമയത്ത് എൻജിൻ സ്റ്റാർട്ടായി നേരെ നമ്മുടെ വാഹനത്തിൻ്റെ, ഇപ്പം കണ്ടോ, ഇപ്പം വാഹനത്തിൻ്റെ 3 കുറഞ്ഞ് 2ലോട്ട് കയറാൻ പോയപ്പം എൻജിൻ സ്റ്റാർട്ടായി അതിൻ്റെ പവർ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ടഡാണ്. എൻജിൻ സ്റ്റാർട്ടായി, പക്ഷേ ഒരു വൈബ്രേഷൻ പോലും ഇല്ല. അതാണ് ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഒരു 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വാഹനത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചാൽ പോലും ഒരു വൈബ്രേഷൻ അറിയത്തില്ല. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, നമുക്ക് വാക്യൂം അസിസ്റ്റഡ്, ഞാൻ എഞ്ചിൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം നമുക്കറിയാം വർക്ക് ചെയ്യുന്നത് ഒരു വാക്യൂം സിസ്റ്റത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതിലൊരു മോട്ടർ അസിസ്റ്റഡ് വെച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വാഹനത്തിൽ വാക്യൂം ഉണ്ടാകുന്നില്ല. കാരണം ഈ ഒരു എൻജിൻ ശരിക്കും എപ്പോൾ ഓഫ് ആവുന്നു എപ്പോൾ സ്റ്റാർട്ട് ആവുന്നു എന്നുള്ളത് നമുക്ക് പോലും, അതായത് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിന് പോലും ശരിക്കും അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ മീറ്ററിൽ, അതായത് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ വളരെ കൃത്യമായിട്ട് അത് കാണുന്നുണ്ട്. അതായത് EV എന്ന് കാണിക്കുന്ന സമയത്ത് ഈ വാഹനം ഓടുന്നത് EVയിലായിരിക്കും. അല്ലാത്ത പക്ഷം EV ഇല്ലാത്തൊരു മോഡാണെന്നുണ്ടെങ്കിൽ അതിൽ EV കാണിക്കുന്നതായിരിക്കത്തില്ല. ഇതാണ് ശരിക്കും ഒരു ഹൈബ്രിഡ് വെഹിക്കിൾ. അതായത് വാഹനം ഓടുന്നതിനനുസരിച്ച് ബാറ്ററി ചാർജായി, ബാറ്ററിയുടെ ചാർജ് ഏകദേശം ഒരു ഹാഫിന് ശേഷം വാഹനം ഇലക്ട്രിക് ആയിട്ട് തന്നെ ഓടും. ഒരു സൗണ്ടും ഉണ്ടാകുന്നതായിരിക്കത്തില്ല. നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ ഈ വാഹനം ഓടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഒരു ക്ലെയിംഡ് മൈലേജ് 23.3 ആണ് വരുന്നത്. പക്ഷേ ഏകദേശം പ്രാക്ടിക്കലി ഒരു നോർമലായിട്ട് ഒരു 23 നമുക്ക് മൈലേജ് കിട്ടുന്നതായിരിക്കും.